വിശ്വസിക്കുന്നുണ്ടോ? ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവത്തെ ആശ്രയിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവവചനത്തിൽ ഒന്ന് രണ്ട് കാര്യം കൂടി പറഞ്ഞ് വേഗത്തിൽ തന്നെ പ്രാർത്ഥിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. വായിക്കാം. യെശയ്യാപ്രവചന പുസ്തകം 60-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിലേക്ക് വേഗത്തിൽ കടന്നു വരാം. 60-ാം അധ്യായം, യെശയ്യാപ്രവചനം 60-ാം അധ്യായം, അതിൻ്റെ 22-ാമത്തെ വാക്യം. കുറഞ്ഞവൻ 1000-ഉം ചെറിയവൻ മഹാജാതിയും ആയിത്തീരും. യഹോവയായ ഞാൻ തക്ക സമയത്ത് അതിനെ ശീഘ്രമായി നിവർത്തിക്കും. കേൾക്കുന്നവർ നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞ്. പ്രവാചകനായിരിക്കുന്ന യെശയ്യാവിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിളിച്ചറിയിച്ച അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂതാണ് കുറഞ്ഞവൻ 1000-ഉം ചെറിയവൻ മഹാജാതിയും ആയിത്തീരും. ഇത് ദൈവം നമുക്ക് തരുന്ന ഉറപ്പാണ്. ഇന്ന് കുറഞ്ഞവനായിരിക്കുന്നെങ്കിൽ, ഒരു കുറഞ്ഞ ഒരവസ്ഥയിലാണ് ഇന്നായിരിക്കുന്നതെങ്കിൽ അതിനെ 1000-ആക്കാനും ചെറിയവൻ മഹാജാതിയാകാനും ദൈവത്തിന് വലിയ സമയം വേണ്ട. വിശ്വസിക്കുന്നുണ്ടോ? എത്ര വിശ്വസിക്കുന്നുണ്ട്? കുറഞ്ഞവൻ 1000-ആയും ചെറിയവൻ മഹാജാതിയായി തീരും. അടുത്ത്, യഹോവയായ ഞാൻ. ഇത് ദൈവം പറഞ്ഞു. കുറഞ്ഞവൻ 1000-ആകുമെന്ന് പറഞ്ഞു, ചെറിയവൻ മഹാജാതിയാകുമെന്ന് പറഞ്ഞു. എന്നാൽ അടുത്ത് പറയുന്നു, യഹോവയായ ഞാൻ, യഹോവയായ ഞാൻ തക്ക സമയത്ത്. വിശ്വസിക്കുന്നുണ്ടോ? ഇത് ചെയ്യുന്നത് മനുഷ്യനല്ല. കുറഞ്ഞവൻ 1000-ആയും ചെറിയവൻ മഹാജാതിയായും തീരുന്നത് അത് സ്വാഭാവികമായി സംഭവിക്കുകയല്ല. അതേതോ മനുഷ്യൻ ചെയ്യുന്നതല്ല. പകരം യഹോവയായ ഞാൻ തക്ക സമയത്ത് അതിനെ ശീഘ്രമായി നിവർത്തിക്കും. ഈ ദിവസങ്ങളിൽ യഹോവയായ ഞാൻ, ദൈവം പറയുകയാണ്, യഹോവയായ ഞാൻ അതിനെ തക്ക സമയത്ത്, ഇന്ന് പകൽ ദൈവം ചെയ്യും എന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ, നീ എന്തായി തീരുമെന്ന് ദൈവം കഴിഞ്ഞ നാളുകളിൽ നിന്നോട് പറഞ്ഞ കാര്യങ്ങൾ, ഞാൻ അതൂതിലോട്ട് വരികയാണ്. കുറഞ്ഞവൻ 1000-ആകുമെന്നും ചെറിയവൻ മഹാജാതി ആയിത്തീരുമെന്നും ദൈവം പറഞ്ഞില്ലേ? അങ്ങനാണെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ നീ ആരായിത്തീരുമെന്ന്, നിന്റെ ഭാവി എന്തായിത്തീരുമെന്ന്, നിന്റെ കുടുംബം എന്താകുമെന്ന് ദൈവം കഴിഞ്ഞ നാളുകളിൽ നിന്നോട് പറഞ്ഞ കാര്യങ്ങൾ സമയത്ത് ഞാനതിനെ ശീഘ്രമായി എന്ന് വെച്ചാൽ പെട്ടെന്ന് നിവർത്തിക്കാൻ പോവുകയാണ്, പെട്ടെന്ന് ചെയ്യാൻ പോവുകയാണ്. എത്ര വിശ്വസിക്കുന്നുണ്ട്? കഴിഞ്ഞ നാളുകളിൽ നീ എന്താകുമെന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? എത്ര പേർക്ക് പറയാൻ പറ്റും? ഞാൻ എന്താകുമെന്ന് ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഭാവി എന്താകുമെന്ന് ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ജീവിതം എന്താകുമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കുടുംബം എന്താകുമെന്ന് ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ശുശ്രൂഷ എന്താകുമെന്ന് ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ കാര്യം അതിനു വേണ്ടി ചെയ്യാനും പ്രവർത്തിക്കാനും ഒരു മനുഷ്യൻ പോലും ഇല്ല ഇന്ന്, ഒരു സാഹചര്യം പോലും ഇല്ല ഇന്ന്. എന്നാൽ കർത്താവ് പറയുന്നു, ഞാൻ തക്ക സമയത്ത് അത് ചെയ്യാൻ പോവുകയാണ്. ഞാനത് തക്ക സമയത്ത് ചെയ്യാൻ പോവുകയാണ്. നീ എന്തായിത്തീരുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു, നീ എന്തായിത്തീരുമെന്ന് ഞാൻ നിന്നോട് വാഗ്ദത്തം ചെയ്തു, ഞാൻ നിന്നോട് അരുളി ചെയ്തു. അതാകാൻ വേണ്ടി ഞാൻ തക്ക സമയത്ത് ഞാൻ ചിലത് നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു. ഞാൻ അതിനകത്തുനിന്ന് ഞാൻ ഇപ്രകാരം പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ കാര്യം ഞാൻ വിളിച്ചു പറയട്ടെ. ആ സമയം എത്തുമ്പോ എന്ന് വെച്ച്
വെച്ചാൽ നീ എന്തായി തീരുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. ആ ഓൺ ടൈം എത്തുമ്പോ പെട്ടെന്ന് നിവൃത്തിയാകും. മനസ്സിലാക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ തക്ക സമയം, ദൈവത്തിന്റെ ഓൺ ടൈം നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുമ്പോ ശീഘ്രമായ ചില വാഗ്ദത്തത്തിന്റെ നിവർത്തികൾ, വാഗ്ദത്തത്തിന്റെ നിവർത്തികൾ, ദൈവിക അരുളപ്പാടിന്റെ നിവർത്തികൾ, ദർശനത്തിന്റെ നിവർത്തികൾ ശീഘ്രമായി, അതേ പെട്ടെന്ന് ഈ ദിവസങ്ങളിൽ നിവർത്തിയാകുന്നത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിന്നെ രാജാവാക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്നെ പ്രവാചകനാക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്നെ ഒരു അപ്പോസ്തലനാക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്നെ 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 അഭിഷേക്തനാക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിനക്കൊരു ശുശ്രൂഷ നൽകുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്നിലൂടെ ഞാൻ ജോലി ചെയ്യുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്നെ എന്താക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ എനിക്കറിയില്ല, ഇന്ന് പകൽ ഈ മാസത്തിന്റെ അവസാന ഞായറാഴ്ച ഞാൻ അങ്ങനെ ഒരു ആത്മശബ്ദം, അങ്ങനെ ഒരു ആത്മനിയോഗം ഞാൻ മനസ്സിലാക്കുന്നു. എന്തിന്റെയൊക്കെയോ സമയമായിട്ടുണ്ട്. വിശ്വസിക്കാമോ? 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 നീ എന്തൊക്കെ ആയിത്തീരാനുള്ള സമയമായിട്ടുണ്ട്. ഇന്ന് നീ കുറഞ്ഞവനായിരിക്കാം, ഇന്ന് നീ ചെറിയവനായിരിക്കാം, എന്നാൽ കുറഞ്ഞവൻ 1000-ഉം ചെറിയവൻ മഹാജാതിയും ആയിത്തീരുമെന്ന് അരുളി ചെയ്ത ദൈവം ഇന്ന് പകൽ നിന്നെ നോക്കി പറയുന്നു. അതായിത്തീരാനുള്ള എത്തിയെന്ന്. ജീസസ്, വിശ്വസിക്കാമോ? 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 ഇന്ന് പകല് എന്നോട് ശക്തമായ ദൈവാത്മ പറയുന്നു, എന്തിന്റെയൊക്കെ ടൈം എത്തിക്കഴിഞ്ഞു, എന്തിന്റെയൊക്കെ സമയമായി കഴിഞ്ഞു. ഞാൻ ഇങ്ങനെ പറയാൻ താല്പര്യപ്പെടുന്നു. സമയം അതിക്രമിച്ചു കഴിഞ്ഞു, സമയം അതിക്രമിച്ചു കഴിഞ്ഞു. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ചില വാഗ്ദത്തങ്ങളുടെ സമയമായി കഴിഞ്ഞു. നീ നിൽക്കുന്നത്, നീ കാലൂന്നി നിൽക്കുന്നത്, നിന്നെ ദൈവം എന്താക്കുമെന്ന് പറഞ്ഞു അതാകാനുള്ള ടൈമിലാണ്, ടൈമിലാണ്. വിശ്വസിക്കുന്നുണ്ട്? നീ നിൽക്കുന്നത് ദൈവത്തിന്റെ തക്ക സമയത്താണ്. ഇന്നത്തെ സാഹചര്യം നോക്കണ്ട, ഇന്നത്തെ അവസ്ഥ നോക്കണ്ട, ഇന്നത്തെ ചുറ്റുപാടുകൾ നോക്കണ്ട. ഇന്ന് നീ കുറഞ്ഞവനായിരിക്കാം, ഇന്ന് നീ ചെറിയവനായിരിക്കാം, എന്നാൽ എൻ്റെ ദൈവം പറയുന്നു, ഞാൻ നിന്നെ എന്താക്കുമെന്ന് പറഞ്ഞു അത് ആകാനുള്ള ടൈമായി, അതാകാനുള്ള ടൈമായി. നീ പ്രവാചകനായി ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നെങ്കിൽ നീ പ്രവാചകനാകേണ്ട ടൈമായി. നിന്നെ ഒരു അഭിഷിക്തനായി ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ, നിന്നെ ഞാൻ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞെങ്കിൽ നീ അനുഗ്രഹിക്കപ്പെടേണ്ട ടൈമായി. ഞാൻ നിന്നെ മാനിക്കാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ മാനിക്കപ്പെടേണ്ട ടൈമായി. ഇന്ന് പകൽ എനിക്കറിയില്ല എന്തിന്റെയൊക്കെ ടൈമായി. ഇന്നത്തെ ദൂതനാണ് എന്തിന്റെയൊക്കെ സമയമായി, എന്തിന്റെയൊക്കെ സമയമായി, വാഗ്ദത്തത്തിന്റെ സമയമായി. ഏറ്റെടുക്കണത്രവരുണ്ട്, ഏറ്റെടുക്കണത്രവരുണ്ട്. നിന്റെ വാഗ്ദത്തത്തിന്റെ സമയമായി, അത് ശീഘ്രമായി നിവർത്തിയാകാൻ പോകുന്നു, അത് പെട്ടെന്ന് നിവർത്തിയാകാൻ പോകുന്നു.
സ്വീകരിച്ചടിന്ന് പകൽ ആത്മാവിൽ പ്രതികരിക്കുക. യേശുവിന്റെ നാമത്തിൽ ചില വാഗ്ദത്തങ്ങളുടെ സമയമായി, ചില പ്രവചനങ്ങളുടെ സമയമായി, ചില ദൂതികളുടെ സമയമായി, നീ കണ്ട ചില ദർശനങ്ങളുടെ സമയമായി ഇന്ന് പകൽ ഏറ്റെടുത്ത് യേശുവിന്റെ നാമത്തിൽ ഇന്നത്തെ തള്ളപ്പെടലുകൾ, ഇന്നത്തെ പൊട്ടക്കിണറുകൾ, ഇന്നത്തെ ഒറ്റപ്പെടലുകൾ, ഇന്നത്തെ അപവാദങ്ങൾ നീ മൈൻഡ് ചെയ്യണ്ട. കാരണം നിന്റെ സമയമായി. എന്റെ മുൻപിൽ ഇരിക്കുന്നത് ദർശനമുള്ള യോസഫാണോ എങ്കിൽ ഇന്ന് പകൽ നിന്നെ നോക്കി പറയുന്നു, നിന്റെ സമയമായി. നീ ഇപ്പോ വന്ന് നിൽക്കുന്നത് നിന്റെ ടൈമിലാണ്. നീ ഫറവോന്റെ മുമ്പിൽ നിൽക്കുവാണോ? ഭാരപ്പെടേണ്ട, നിന്റെ ദർശനത്തിന്റെ ടൈമായത്. സ്തോത്രം, സ്തോത്രം. കേൾക്കുന്നുണ്ടോ? 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 ഇന്ന് പകൽ ശ്രദ്ധിച്ച് കേൾക്ക്. ആമേൻ, ആമേൻ. തന്റെ സഹോദരങ്ങൾ ഇവന്റെ വസ്ത്രം വലിച്ചുരിയുമ്പോ, ഇവന്റെ വലിച്ചുരിയുമ്പോ ഇവൻ ചോദിച്ചു കാണും, എന്തേ എന്റെ ദർശനം? ചോദിച്ചില്ലേ? ചിലതൊക്കെ ജീവിതത്തിൽ നഷ്ടമായിക്കൊണ്ടിരിക്കുമ്പം, അർഹതയില്ലാത്ത സ്ഥാനത്ത് കിട്ടിയ പലതും നിനക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുമ്പം നീ ചോദിച്ചില്ലേ, എന്തേ എന്റെ ദർശനം എവിടെ? നീ പൊട്ടക്കിണറ്റിൽ വീണ് കിടന്നപ്പോ നീ ചോദിച്ചില്ലേ, എന്റെ ദർശനം എവിടെ? നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. യേശുവിന്റെ നാമത്തിൽ ഒരു അടിമയായി, അടിമക്കച്ചവടത്തിന് നിന്നെ അടിമയായി കൊണ്ടിരുത്തിയപ്പോ നീ ചോദിച്ചില്ലേ, എന്റെ ദർശനം എവിടെ? പോത്തിഫറിന്റെ വീട്ടിനകത്ത് അപവാദം കേട്ടപ്പോ നീ ചോദിച്ചില്ലേ, എന്റെ ദർശനം എവിടെ? ഓർക്കുമെന്ന് വാഗ്ദാനം ചെയ്ത പലരും വാക്ക് മാറിയപ്പോ നീ ചോദിച്ചില്ലേ, എന്റെ ദർശനം എവിടെ? ഇപ്പൊ യോസഫ് വന്ന് നിൽക്കുന്നത് ഫറവോന്റെ മുമ്പിലാ. ഹലോ ഹലോ, പൊട്ടക്കിണറ്റി കിട്ടിയില്ലല്ലോ, കാരാഗ്രഹത്തിൽ കിട്ടിയില്ലല്ലോ, പലരും ഓർക്കുമെന്ന് പറഞ്ഞ സമയത്ത് കിട്ടിയില്ലല്ലോ. എന്ന അടുത്ത ദൂത്, നീ ഇപ്പൊ നിൽക്കുന്നത് നിന്റെ ഓൺ ടൈം ആയത് കൊണ്ട് പെട്ടെന്ന് ചിലത് തിരിയാൻ പോകുന്നു, പെട്ടെന്ന് ചിലത് സംഭവിക്കാൻ പോകുന്നു, പെട്ടെന്ന് ചിലത് നിവർത്തിയാകാൻ പോകുന്നു, ശീഘ്രമായി ചിലത്. എത്ര പേരുടെ ഉള്ളത്തിൽ ഈ ശബ്ദം കേൾക്കുന്നു, ഇത് നിന്റെ സമയമാണ്, ഇത് നിന്റെ സമയമാണ്. എത്ര പേർക്ക് ഇന്ന് പകൽ പറയാൻ പറ്റുന്നു, ഇത് എന്റെ സമയമാണ്? എത്ര പേർ ഇന്ന് പകൽ ആത്മാവിൽ പ്രതികരിക്കുന്നു, ഇത് എന്റെ സമയമാണ്? എന്റെ കുടുംബത്തിന്റെ സമയം വന്നിരിക്കുന്നു, എന്റെ തലമുറയുടെ സമയം വന്നിരിക്കുന്നു, എന്റെ ശുശ്രൂഷയുടെ സമയം വന്നിരിക്കുന്നു. ഞാനിപ്പോ എത്തി നിൽക്കുന്ന ഇത് എന്റെ സമയമാണ്. വിശ്വസിക്കാൻ പറ്റുമോ? എത്ര പേർക്ക് പറയാൻ പറ്റും, ഞാൻ ദൈവത്തിന്റെ ഓൺ ടൈമിലാണ് നിൽക്കുന്നേ? അല്ലേ? ഇതുവരെ ലേറ്റായി, ഇതുവരെ കാത്തിരിക്കേണ്ടി വന്നു, ഇതുവരെ ഒത്തിരി വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷെ ഞാൻ ഓൺ ടൈമിൽ നിൽക്കുന്നോണ്ട് ഇനി വെയിറ്റ് ചെയ്യേണ്ടി വരത്തില്ല. ശീഘ്രമായി പെട്ടെന്നുള്ള ചില നിവർത്തികൾ. ഇന്ന് പകൽ എത്ര പേർക്ക് പറയാൻ പ്രതികരിക്കാൻ പറ്റും, എന്റെ ടൈമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എന്റെ ടൈമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ
ഈ ദൂത് പ്രവചിച്ച യെശയ്യാവ് തന്നെ മറ്റൊരിടത്ത് ഇങ്ങനെ പ്രവചിച്ചു: യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും എന്ന് പറഞ്ഞിട്ട് അടുത്ത യെശയ്യാവ് പറയുന്നത് കഴുകനെ കുറിച്ചാണ്. കഴുകനോ ഇന്ന് പകൽ മൈക്ക് സംസാരിക്കാൻ, സാക്ഷ്യം പറയാൻ കഴുകനോട് മൈക്ക് കൊടുത്താൽ കഴുകൻ ഇങ്ങനെ പ്രസംഗിക്കും: പാറയുടെ പിളർപ്പിനകത്ത് സകലതും നഷ്ടപ്പെട്ടവനായി ഇരിക്കാൻ ഒരു ടൈം ഉണ്ടായിരുന്നു എങ്കിൽ ഇത് എൻ്റെ ഓൺ ടൈമാ. ഇത് ഞാൻ പുറത്തു വരാൻ പോകുന്ന ടൈമാ. ഞാൻ പറക്കുന്ന ടൈമാ. ഞാൻ പറക്കുന്ന ടൈം എത്തിയിരിക്കുന്നു. ഹല്ലേലൂയ! ആ പൊഴിഞ്ഞു പോയത് നഷ്ടപ്പെട്ടതല്ല, പുതിയ ചിലവ് കിളർത്തു വരുന്നത് ഞാൻ കാണുന്നുണ്ട്. ഇന്ന് പകൽ എത്ര പേർ പറയുന്നു: എന്റെ ടൈമെത്തി, എന്റെ സമയമെത്തി, എനിക്ക് പറക്കേണ്ട സമയമായി. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എടുത്തു പഠിക്കുക. ദീനം വന്നു, യേശു വന്നില്ല. അല്ലേ? ലാസർ എന്ന് പറയുന്ന മനുഷ്യന് ദീനം വന്നു, യേശു വന്നില്ല. മരിച്ചെന്ന് കേട്ടു, യേശു വന്നില്ല. ഒന്നാം ദിവസമായി, രണ്ടാം ദിവസമായി, മൂന്നാം ദിവസമായി, യേശു വന്നില്ല. നാലാം ദിവസം നാറ്റം വന്നു, നാറ്റം വെച്ചു, നാറാൻ തുടങ്ങി. ഇന്ന് പകൽ കല്ലറയുടെ മുമ്പിൽ നിന്ന് എന്റെ കർത്താവ് വിളിക്കുക: ലാസറേ പുറത്തു വാ. ഞാൻ ഇങ്ങനെ കൂട്ടിച്ചേർക്കുന്നു: This is your time. ഇത് നിന്റെ ദിവസമാണ്, ഇത് നിന്റെ ദിവസമാണ്. നീ പുറത്തു വരേണ്ട ദിവസമാ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഏറ്റെടുത്ത് ഏതൊക്കെ പന്തിയിൽ നിന്നെ ഇരുത്തണമെന്ന് സ്വർഗത്തിലെ പദ്ധതി ഉണ്ടെങ്കിൽ അതിൽ നിന്നെ ഇരുത്തുകയെന്ന് ചെയ്യും. ഇനി ഏറ്റെടുത്തോ, ഇനി കേട്ടോ, ഇനി കേട്ടോ. ആമേ. വേറൊരുവൾ ആമേ 10-18 വർഷം കൊണ്ട് പുള്ളിക്കാരി പള്ളി വരുന്നത് ഇങ്ങനാ. നിവർന്ന് പുരോഹിതനെ നോക്കാൻ പോലും പുള്ളിക്കാരിക്ക് പലപ്പോഴും പറ്റുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരുവൻ വിളിക്കുന്നു, നടുവിലോട്ട് പിടിച്ചു നിർത്തി. ഈ സ്ത്രീയെ നടുവിലോട്ട് പിടിച്ചു നിർത്തി. ലോകം ഇവളെ കൂനി എന്ന ഇന്നലെ വരെ വിളിച്ചേ. ഇന്ന് പകൽ കർത്താവ് പറയുന്നു: ഇത് നിന്റെ സമയമാ, നീ നിവരേണ്ട സമയമായി. യേശുവിന്റെ നാമത്തിൽ വർഷങ്ങൾ കൊണ്ട് ആമേൻ, 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 നിന്റെ അസ്ഥികളെ, നിന്റെ ശരീരത്തെ ബന്ധിച്ച കെട്ട് ഇന്ന് പകൽ അഴിയാൻ സമയമായി. ഇന്ന് പകൽ രക്തസ്രാവമുള്ളവർ തൊട്ട് വർഷങ്ങൾ കൊണ്ടുള്ള അവളുടെ രക്തസ്രാവം ക്ഷണത്തിൽ നിന്ന് ഏതാ ക്ഷണം? അതാ നിന്റെ സമയം, അതാ നിന്റെ സമയം. ഇത് വിടുതലിന്റെ സമയം, ഇത് സൗഖ്യത്തിന്റെ സമയം, ഇത് അനുഗ്രഹത്തിന്റെ സമയം, ഇത് ശുശ്രൂഷയുടെ സമയം, ഇത് വാഗ്ദത്തത്തിന്റെ സമയം. അശുദ്ധയെന്ന് ലോകം വിളിച്ചവളെ, പുറത്താക്കപ്പെട്ടവളെ, ആമേൻ, അപമാനിക്കപ്പെട്ടവളെ, അവഗണിക്കപ്പെട്ടവളെ, നിനക്ക് വേണ്ടി കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടേണ്ട സമയം. പക്ഷെ ഇന്ന് പകൽ പരിശുദ്ധവരോട് പറയുന്നു, ഞാൻ മനസ്സിലാക്കുന്നു, ഇന്ന് രാവിലെ ഞാൻ ഈ പ്രാർത്ഥനയ്ക്ക് ഇവിടെ കയറുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങനൊരു ശബ്ദം കേട്ടു: സമയത്തെ തിരിക്കുന്ന ഒരു പ്രാർത്ഥന, സമയത്തെ തിരിക്കുന്ന ഒരു വിശ്വാസം നമ്മുടെ അകത്ത് വരട്ടെ. ദൈവം സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന ചില സമയങ്ങളെ പോലും തിരിക്കുന്ന ഒരു വിശ്വാസം
glory, 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 glory. ഒരിക്കൽ രാജാക്കന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ നമ്മളിങ്ങനെ കാണുന്നു, പ്രവാചകൻ സൂര്യനോട് പറഞ്ഞു, എടാ നീ അവിടെ നിക്കടാ, ദൈവം സെറ്റ് ചെയ്ത് വെച്ചിരുന്നല്ലേ, എടാ നീ ഇങ്ങനെ ഭൂമിയോട് പറഞ്ഞിരുന്നു നീ ഇങ്ങനെ ഓടണം അല്ലേ, ഇങ്ങനെ കറങ്ങണം. ദൈവം സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ഗാലക്സിയെ പോലും പ്രാർത്ഥിക്കുന്നവൻ കൺട്രോൾ ചെയ്തു, പ്രാർത്ഥിക്കുന്നവൻ കൺട്രോൾ ചെയ്തു. ഇന്ന് പകൽ ദൈവം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചില ടൈമിനെ പോലും പ്രാർത്ഥിക്കുന്നവൻ, വിശ്വസിക്കുന്നവൻ ഇന്ന് പകൽ തിരിക്കാൻ പോകുന്നു. ദൈവത്തിന്റെ സമയത്തെ പോലും തരുന്ന വീരന്മാർ, വിശ്വാസ വീരന്മാർ എഴുന്നേൽക്കട്ടെ. വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കാൻ പറ്റുമോ? വിളിച്ചു പറയുന്നു, ഞാനിങ്ങനെ വിളിച്ചു പറയുന്നു, നീ ഇപ്പൊ നിൽക്കുന്ന ടൈം ഇത് നിന്റെ ടൈമാ, ഇത് നിന്റെ ടൈമാ, ഇത് നിന്റെ ടൈമാ, ഇത് നിന്റെ ടൈമാ. ഈ ഒറ്റ ടൈമിൽ, ഈ ടൈമിൽ കാര്യങ്ങൾ തിരിയുന്നു, കാര്യങ്ങൾ തിരിയുന്നു, അവസ്ഥകൾ മാറുന്നു, സ്ഥിതിഗതികൾ മാറുന്നു. നീ നിൽക്കുന്നത് ദൈവത്തിന്റെ ടൈമിലാ. ഹബക്കൂക്ക് 2:3 സതിശാമതി പറയുന്നു, ദർശനത്തിന് അവധി എത്തിയെന്നാ പറഞ്ഞു വരുന്നേ, അവധി എത്തിയെന്നാ പറഞ്ഞു വരുന്നേ. ഏതോ ചില ദർശനങ്ങൾക്ക് അവധി എത്തിയെന്നാ പറഞ്ഞു വരുന്നേ. നീ അവിടെ നിൽക്കുന്നേന്നാ ഞാൻ പറയുന്നേ, നീ ആ സ്ഥലത്താ നിൽക്കുന്നേന്നാ ഞാൻ പറയുന്നേ. അത് ഏത് ദർശനം അതിന്റെ സമാപ്തിയിലേക്ക് പറഞ്ഞേ ബന്ധപ്പെടുന്നു. അടുത്തതാ ദൂത്, സമയം പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ, സമയം തെറ്റുകയില്ല. ഇത് മനസ്സിലായോ? സമയം തെറ്റുകയില്ല. ഓ, നിന്നോട് പറഞ്ഞില്ലേ നിന്നെ ഏതാണ്ടൊക്കെ ആക്കുമെന്ന് ദൈവം, അല്ലേ? വാലല്ല തലയാക്കുമെന്നൊക്കെ പറഞ്ഞില്ലേ? ഇപ്പൊ ദൈവദാസനോട് കേട്ടില്ലേ അനുഗ്രഹിക്കപ്പെടുമെന്ന്? ഇതൊക്കെ നീ കേട്ടില്ലേ? അതിനൊരു ടൈമുണ്ട്. കർത്താവ് പറയുന്നു, സമയം തെറ്റുകയില്ല. എത്ര വലിയ ആമത്തിലിട്ട് പൂട്ടിയാലും ദൈവത്തിന്റെ ടൈം എത്തുമ്പോ ഏത് കുറുങ്കാട്ടി നീ കിടന്നാലും ദൈവത്തിന്റെ ടൈം എത്തുമ്പം, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഏത് കല്ലറയിൽ കൊത്തി ഉണ്ടാക്കിയ കല്ലറയ്ക്കകത്ത് നീ ഇരുന്നാലും ടൈം എത്തുമ്പോ, വിശ്വസിക്കുന്നുണ്ടോ? ഈ സമയം, ഈ ടൈം എല്ലാറ്റിനുമായിട്ട് കണക്ട് ചെയ്ത് നടക്കുക. നമ്മൾ പറയാറില്ലേ, പക്ഷെ സമയമില്ല പോകണം അല്ലേ, സമയമില്ല, ആരാധനയ്ക്ക് എന്നിരിക്കുമ്പോൾ അയ്യോ സമയമായി പോയി അല്ലേ. നമ്മളെല്ലാറ്റും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഭാഗത്ത് എല്ലാ മേഖലയിലും ടൈമാ. എന്നാൽ ഇന്ന് പകൽ ആ ടൈം ദൂത് തെറ്റത്തില്ല. ഞാൻ ഇങ്ങനെ പറയുന്നു, ആ ടൈം നിനക്ക് വേണ്ടി. പല ലോക മനുഷ്യൻ പറയുന്നത് അവൻ സമയമില്ലെന്ന്, പക്ഷെ ചില സമയങ്ങൾ നിനക്ക് വേണ്ടി തിരികെ പോവുകയാണ്.
വിശ്വസിക്കാമോ? 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 അടുത്ത സമയം, സമയം ഉറക്കെ പറഞ്ഞേ. അത് വൈകിയാൽ ഓൺ ടൈമിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യും. ദൈവത്തിന്റെ ടൈമിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യും. ദൈവത്തിന്റെ തക്ക സമയത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യും. അടുത്തിരിക്കുന്ന വ്യക്തിക്ക് കൈ കൊടുത്തിട്ട് പറഞ്ഞേ, എന്റെ ദർശനം വരും നിശ്ചയം. പാസേ, ദർശനം വരും പാസേ, നിശ്ചയമായിട്ടും വരും. സമയം അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും. പരവശപ്പെടണ്ട, ചഞ്ചലപ്പെടണ്ട. കസേരയിട്ട് അവിടെ ഇരുന്നാ മതി, നീ ഇരുന്നാ മതി. അത് വരും, നിശ്ചയം, താമസിക്കുകയില്ല. നീ വെറുതെ ഇരുന്നാ മതിയോ? എബ്രായർ 10:36 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. എന്ന് വെച്ചാൽ വെറുതെ ഇരുന്നാൽ പോരാ, സഹിഷ്ണുതയോടെ ദൈവ ഇഷ്ടം ചെയ്തിരിക്കണം. തോന്നിയതുപോലെ ഇരുന്ന വാഗ്ദത്തം പ്രാപിക്കാൻ പറ്റത്തില്ല. എങ്ങനെയിരിക്കണം? ദൈവ ഇഷ്ടം ചെയ്ത് 600,000 വരുന്ന ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്നില്ലേ? എല്ലാരും എത്തിയോ? അവിടെ ഉണ്ടായിരുന്ന ലിസ്റ്റിലുള്ള എല്ലാരും ഇവിടെ ഉണ്ടായിരുന്നോ? ഇവര് വാഗ്ദത്തം കേട്ട് പുറപ്പെട്ടില്ലേ? പക്ഷെ ഇവര് ചെയ്തതല്ല ദോഷമാണ്. ഇവിടെ പ്രവൃത്തി മുഴുവൻ ദൈവത്തിന്റെ ദൈവ ഇഷ്ടം ചെയ്യാത്ത ഒരൊറ്റ എണ്ണം, ഒരൊറ്റ ഒരുത്തം പോലും. കേക്കണേ, ദൈവ ഇഷ്ടം ചെയ്യാത്ത, സഹിഷ്ണുതയില്ലാത്ത. കുറച്ചു നേരം മോശയെ കണ്ടില്ലെങ്കിൽ അഹരോനോട് പറയും, അഹരോൻ പാസ്റ്ററേ, ഞങ്ങൾക്കൊരു ദൈവത്തെ വേണം. അഹരോൻ പാസ്റ്റർ പറഞ്ഞു, എല്ലാം കൂടെ പറിച്ചിട്ടതാ, സ്തോത്രം, നിങ്ങളുടെ കൊടുക്കും അതും ഇട്ടതാ, ഞാനൊരു ദേവനെ ഉണ്ടാക്കി തരാം. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്നു, തീക്കകത്ത് ഇതെല്ലാം കൂടെ പറക്കിയിട്ടപ്പോ പുറത്തു വന്നത് എന്താണ്? ഇവർക്ക് ആകെ അറിയാന്നുള്ളത് ആ രൂപം ഉണ്ടാക്കി. ഇതാണ് നമ്മുടെ ദൈവം. പിന്നെ ആരാറങ്ങി ഹല്ലേലൂയ രാജാവിന്, അല്ലേ? സഹിഷ്ണുതയില്ല. ചെയ്യണം, സഹിഷ്ണുത ഉണ്ടാകണം, എങ്കിൽ വാഗ്ദത്തം പ്രാപിക്കും. സന്തോഷം സ്തോത്രം പറഞ്ഞാട്ടെ. വാഗ്ദത്തം പ്രാപിക്കണം. എത്രയൊക്കെ ആഗ്രഹമുണ്ട്. സഹിഷ്ണുത വേണം, ദൈവ ഇഷ്ടം ചെയ്യണം, എങ്കിൽ വാഗ്ദത്തം പ്രാപിക്കും. അത് വരും, നിശ്ചയം, താമസിക്കുകയില്ല. ദൂരട്ട് മടങ്ങി വരട്ടെ. ദൈവത്തിന്റെ ഓൺ ടൈമിലാണ്. വിശ്വസിക്കാൻ പറ്റുമോ? കുറഞ്ഞവൻ 1000 ചെറിയവൻ മഹാജാതിയാകാൻ യഹോവയായ ഞാൻ തക്ക സമയത്ത് അതിനെ. ടൈം ആയാൽ പിന്നെ ദൈവത്തിന് പോലും പയ്യെ പയ്യെ എന്ന് പറയാൻ
പറഞ്ഞ എബ്രായ ലേഖനത്തിൽ പൗലോസ് പറയുന്ന ചേർത്ത് ഞാൻ പറയാം, നീ ദൈവ ഇഷ്ടം ചെയ്ത് സഹിഷ്ണുതയോടെ ഇരിക്കുവാണെങ്കിൽ ഓൺ ടൈം എത്തിയാൽ ദൈവത്തിന് പോലും പിന്നെ വൈകിപ്പിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. പിന്നെ കാര്യങ്ങൾ ശീഘ്രമായിരിക്കും, പെട്ടെന്നായിരിക്കും കാര്യങ്ങൾ നിവർത്തിയാകുന്ന വിശ്വസിക്കുന്നവർ സ്തോത്രം പറഞ്ഞാട്ടെ. 2025 നമ്മൾ നിൽക്കുന്നത് ദൈവത്തിൻ്റെ സമയത്ത്, ദൈവത്തിൻ്റെ ഓൺ ടൈമില്ല. ഈ സമയം നമ്മൾ നഷ്ടമാക്കിയാൽ പിന്നെ ഈ ഒരു ടൈം, ഈ ഒരു സീസൺ ഇനി എന്ന് വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരിക്കൽ രൂത്ത് നവോമിയോട് പറഞ്ഞു, ഞാൻ അതിൻ്റെ ഭാഷ പറയാം. നവോമി പറഞ്ഞു, എടീ ചെന്ന് ഉറങ്ങടി. രൂത്ത് പറഞ്ഞു, ഇപ്പൊ ഉറങ്ങേണ്ട ടൈമല്ല, ഞാൻ ഇപ്പൊ ചെന്നാൽ, ഈ സമയത്ത് ഞാൻ ചെന്നാൽ എൻ്റെ ജീവിതത്തിൻ്റെ സ്ഥിതി മാറും. ഞാനിപ്പോ ഇവിടെ കിടന്നുറങ്ങിയാൽ, അല്ലേ, ഞാനിപ്പോൾ ഇവിടെ കിടന്നുറങ്ങിയാൽ എനിക്ക് ആ വീട്ടിടെ പ്രാപിക്കാൻ പറ്റത്തില്ല. എനിക്ക് പ്രാപിക്കണം. എൻ്റെ ടൈമായത്. സമയം തക്കത്തിൽ ഉപയോഗിച്ചാൽ ഈ നാളുകളിൽ ചില വീണ്ടെടുപ്പുകൾ, ചില വാഗ്ദത്തങ്ങൾ, ചില നന്മകൾ നമുക്ക് പ്രാപിപ്പാൻ കഴിയും. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഈ ദൂതിൻ്റെ മുൻപാകെ ഇന്ന് പകൽ